ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്ന, അതായത് അമേരിക്കയെ വീണ്ടും നമ്പർ 1 ആക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി, അതേ ലക്ഷ്യത്തോടു കൂടി ഇന്ത്യയിൽ അവതരിപ്പിച്ച പദ്ധതിയായിരുന്നു മേക്ക് ഇൻ ഇന്ത്യ, PLI സ്കീം ഒക്കെ പോലെ. അതിനെയൊക്കെ നമ്മൾ ഒരുപാടധികം ആഘോഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും PLI സ്കീം റീവാമ്പ് ചെയ്ത് കൊണ്ട് ഗവൺമെന്റ് വരികയാണ്. വെള്ളിയാഴ്ചയായിരുന്നു അതിൻ്റെ ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാൽ പോലും പിന്നീട് അതിൻ്റെ ഒരു ഇമ്പാക്ട് വരുന്നത് ഇന്നാണ്, അതിനുശേഷം മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഇന്നാണ്. PLI സ്കീമിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും അതിലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫാക്ടർ എന്ന് പറയുന്നത്, ഇന്ത്യനെ ഒരു ഇൻഡിജീനിയസ്, ഒരു സെൽഫ് റിലയൻ്റ് ആയിട്ട് മാനുഫാക്ചറിങ് മേഖലയിൽ മാറ്റുക എന്നുള്ളതായിരുന്നു പ്രധാന ലക്ഷ്യം. പ്രത്യേകിച്ചും അതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണഭോക്താവായത് ഈ ഒരു ഇലക്ട്രോണിക് മാനുഫാക്ചറിങ്, ഇപ്പോൾ ഡിക്സൺ അടക്കമുള്ള കമ്പനികളായിരുന്നു. പക്ഷേ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ആപ്പിൾ അടക്കമുള്ള കമ്പനികൾ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ പോലും അതിൻ്റെ ഒരു പ്രൈം എയിമായിരുന്ന ഈ ഇമ്പോർട്ട് കുറയ്ക്കുക, പ്രത്യേകിച്ചും ചൈനയിൽ നിന്നുള്ള ഇമ്പോർട്ട് കുറയ്ക്കുക എന്നത് ഇതുവരെ PLI സ്കീം വഴി സാധ്യമായിട്ടില്ല. അതായത് സെൽഫ് റിലയൻ്റ് ആണ്, ധാരാളം ബെനിഫിറ്റ്സ് കിട്ടിയെങ്കിൽ പോലും ഇമ്പോർട്ട് കുറയ്ക്കാനായിട്ട് സാധിച്ചിട്ടില്ല. മാത്രമല്ല ചൈനയിൽ നിന്നുള്ള ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് ഗുഡ്സിൻ്റെ കമ്പോണൻസിൻ്റെ ഇമ്പോർട്ട് കൂടുകയും ചെയ്തിട്ടുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വീണ്ടും ഈ ഒരു പദ്ധതി റീവാമ്പ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ, പ്രത്യേകിച്ചും കൂടുതലായിട്ടുള്ള ചില സ്പെഷ്യാലിറ്റി കെമിക്കൽ സെക്ടർ, ടോയ്സ്, ടെക്സ്റ്റൈൽസ്, ഫുഡ്വെയർ തുടങ്ങിയ മേഖലകളിലേക്കാണ് വരുന്നത്. അതിനോടൊപ്പം വീണ്ടും ഈ ഒരു ഡിക്സൺ അടക്കം ഉള്ള കമ്പനികൾ പ്രവർത്തിക്കുന്ന ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് മേഖലയിലേക്കും വരുന്നുണ്ട്. ഈ ഒരു PLI സ്കീമിൻ്റെ തിരിച്ചുവരവ് അല്ലെങ്കിൽ റീവാമ്പിങ് എങ്ങനെയാണ് താങ്കൾ നോക്കി കാണുന്നത്? അല്ല, അതിന് മുമ്പായിട്ട്, അതായത് നമ്മുടെ PLI സ്കീം പറയുന്നതിന് മുമ്പായിട്ടേ നമ്മൾ ഇപ്പോൾ ടാരിഫിനെ കുറിച്ച് പറഞ്ഞല്ലോ. അതിനകത്ത് എന്നെ ആശ്ചര്യപ്പെടുത്തിയ ഒരു ടാരിഫ്, ഇപ്പോൾ US ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ പോട്ടെ, രണ്ടാമത് അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം, അതായത് ട്രംപിൻ്റെ വായിൽ നിന്ന് വന്ന വേറൊരു സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതായത് റഷ്യയിൽ നിന്നുള്ള ആ ക്രൂഡ് ഇമ്പോർട്ട് ചെയ്യുന്ന കൺട്രിക്ക് സെക്കൻഡറി ടാരിഫ് വയ്ക്കുന്നു എന്നുള്ള. സെക്കൻഡറി ടാരിഫ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നമ്മുടെ ഇന്ത്യയുടെ ഓയിൽ ഇമ്പോർട്ട്സിൻ്റെ ഏതാണ്ട് 36%. ആ 36% ഇനി എന്താണ് ട്രംപ് കൊണ്ടുവരാൻ പോണ സെക്കൻഡറി ടാരിഫ് എന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് വാച്ച് ചെയ്യേണ്ടി. ഇതൊക്കെ ഇൻവെസ്റ്ററിന് നമ്മൾ ഇൻഫർമേഷൻ ആയിട്ട് കൊടുക്കണമെന്നറിയോ. ഈ വക ഡിസിഷൻസും മാർക്കറ്റിൽ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്തേക്കാം. അതിനനുസരിച്ച് ഇൻഡസ്ട്രിയും സെക്ടേഴ്സും കമ്പനീസിനും റീറേറ്റിങ്ങോ ഡീറേറ്റിങ്ങോ വന്നേക്കാം എന്നുള്ളത് കൊണ്ടാണ് നമ്മളിത് പറയുന്നത്. പിന്നെ PLI സ്കീമിൻ്റെ പറഞ്ഞത് ശരിയാണ്. എനിക്ക് തോന്നുന്നു വെള്ളിയാഴ്ച എങ്ങാണ്ടാണ് ആ ന്യൂസ് വന്നതെന്ന് തോന്നുന്നു അല്ലേ. ഏതാണ്ട് 23,000 കോടിയുടെ PLIയും കൂടി കൊണ്ടുവരുന്നു. അതായത് ഡിസ്പ്ലേ, ക്യാമറ മോഡ്യൂൾസ് എന്നിങ്ങനെയുള്ള കമ്പനികൾക്ക് അല്ലേ, എന്നിങ്ങനെയുള്ള സെക്ടറുകൾ പ്രോഡക്ട്സിനും ഒക്കെ വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നത് എന്നുള്ളത്. ഏതാണ്ട് എനിക്ക് തോന്നുന്നു അല്ല പറഞ്ഞത് ശരിയാ, ഡിക്സൺ ടെക്നോളജീസ് എന്ന് പറഞ്ഞാൽ അത് ബെനിഫിറ്റ് ചെയ്ത വലിയൊരു കമ്പനിയാണ്. എനിക്ക് തോന്നുന്നു ഏപ്രിൽ 2000 750 രൂപ എങ്ങാണ്ടായിരുന്നു ആ സ്റ്റോക്കിന്റെ വില. ഇപ്പൊ ഏതാണ്ട് ആസ് വി സ്പീക്ക് എനിക്ക് തോന്നുന്നു 13,000 രൂപ എങ്ങാണ്ടാണ്. അത്രയ്ക്ക് മാത്രം ഒരു വെൽത്ത് ജനറേറ്റ് ചെയ്ത ഒരു ഇൻഡസ്ട്രിയാണ് ഈ PLI സ്കീം എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ബട്ട് ഇത് ഈ മാനുഫാക്ചറിങ്ങിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു സെക്ടറാണ് ഈ മാനുഫാക്ചറിംഗ് എന്ന് പറഞ്ഞാൽ. അതായത് ഈ സർവീസസിനെക്കാട്ടിലും മാനുഫാക്ചറിങ് നന്നാവുകയാണെങ്കിൽ 2 times മോർ ഇൻഡയറക്റ്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. സർവീസ് സെക്ടർ പോലെ അല്ല, വളരെ ക്യാപിറ്റൽ ഇൻറ്റൻസീവും വളരെ ലേബർ ഇൻറ്റൻസീവും ആയിട്ടുള്ള ഇൻഡസ്ട്രിയാണ് ഈ മാനുഫാക്ചറിങ്. ഇപ്പോൾ മാനുഫാക്ചറിങ് വലുതാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താ പറയുക, ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് കൂടും, പ്രൊഡക്ടിവിറ്റി കൂടും, ജോബ് ജനറേഷൻ ഭയങ്കരമായിട്ട് വരും. അങ്ങനെ അതൊക്കെയാണ് ഈ മാനുഫാക്ചറിങ്ങിൻ്റെ പ്രത്യേകത. നമ്മൾ പൊതുവേ പറയുന്നത് ഈ 10% റൈസ് ഇൻ മാനുഫാക്ചറിങ്, അതായത് മാനുഫാക്ചറിങ്ങിൽ 10% റൈസ് ഉണ്ടാവുകയാണെങ്കിൽ ഏതാണ്ട് പോവർട്ടി 2 times ആയിട്ട് കുറയുന്നത്. അത്രയ്ക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മാനുഫാക്ചറിങ്. ആ മാനുഫാക്ചറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ലോവർ സ്ട്രാറ്റ ഓഫ് സൊസൈറ്റിയും കൂടെ ഇൻവോൾവ് ചെയ്ത് ഈ സർവീസ് സെക്ടർ കൂടുതലും, ഇപ്പോൾ IT പോലത്തെ സർവീസ് സെക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ക്രീമി ലെയർ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേറ്റഡ് ലെയർ അല്ലെങ്കിൽ ഒരു അർബൻ അല്ലെങ്കിൽ സെമി അർബൻ ലെവലിലായിരിക്കും ഇത് കൂടുതലും. ഇത് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഇത് കൂടുതലും മാനുഫാക്ചറിങ്ങിന്റെ പെനിട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലോവർ സ്ട്രാറ്റ, ബോട്ടം ഓഫ് ദ പിരമിഡ് വരെ ടച്ച് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അവിടേക്കാണ് എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു 2021 തോന്നുന്നു അല്ലേ, 2020 നവംബറിൽ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു ഈ PLI സ്കീം കൊണ്ടുവരുന്നത്. നമ്മൾ ബേസിക്കലി ഒരു എന്താ പറയുക, നമ്മളൊരു ഡൊമസ്റ്റിക് എക്കണോമിയാണ്. നമ്മുടെ പല കാര്യങ്ങൾക്കും നമ്മളൊരു എന്താ പറയുക ഒരു ഇമ്പോർട്ട് ഓറിയന്റഡ് എക്കണോമിയാണ്. കാര്യം വെച്ചാൽ പല കാര്യങ്ങളും നമ്മൾ ഇമ്പോർട്ട് ചെയ്താണ് ഈ റോ മെറ്റീരിയൽസും പലതും യൂസ് ചെയ്യുന്നത്. അത് കൂടുതലും ചൈന ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പം നമ്മുടെ ഒരു ട്രേഡ് ബാലൻസിനും നമ്മുടെ ട്രേഡ് ബാലൻസിനെ എഫക്ട് ചെയ്യുന്നത് മാത്രമല്ല നമ്മുടെ എക്കണോമിയെ വീക്കൻ ചെയ്യുന്നതും കൂടെയാണ്. കാര്യം നമ്മൾ എപ്പോഴും ഒരു ഇമ്പോർട്ട് ഡിപ്പെൻഡന്റ് കൺട്രി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവിടുന്ന് നമ്മളൊരു എന്താ പറയുക നമ്മുടെ ഓൺ സെൽഫ് റിലയൻറ്റ് മെക്കാനിസത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആത്മനിർഭർ ഭാരതിന്റെ കീഴിൽ ഗവൺമെന്റ് കൊണ്ടുവന്ന വളരെ നോവലായിട്ടുള്ള വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രപ്പോസൽ ആയിരുന്നു ഈ PLI സ്കീം എന്ന് പറയുന്നത്. ബട്ട് ഈ PLI സ്കീമിന് ഒരു പ്രോബ്ലം പറ്റിയാണല്ല പറഞ്ഞത് ശരിയാണ്. കാര്യം ഈ പറഞ്ഞ പോലെ ഒരു ഇലക്ട്രോണിക് മാനുഫാക്ചറിങ്ങിലോ ഒരു ഫാർമാസ്യൂട്ടിക്കൽ സെക്ടറിലോ അല്ലാതെ ഏതാണ്ട് 14 സെക്ടറിലാണ് ഇവർ കവർ ചെയ്ത് വന്നതെന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഏതാണ്ട് 1.97 lakh crore ഇൻസെന്റീവ്സ് ആണ് PLIക്ക് കൊടുത്ത് അക്രോസ് 14 സെക്ടേഴ്സ്. ആ 14 സെക്ടേഴ്സിൽ ശരിക്കും പറഞ്ഞാൽ
ഒരു 2 ഒഴിച്ച് ബാക്കി 12 വേണ്ട വിധത്തിൽ ടേക്ക് ഓഫ് ചെയ്തില്ല എന്നുള്ളത് തന്നെയാണ്. സാധാരണ നമ്മൾ PLI സ്കീം കൊണ്ടുവരുന്നത് എന്തിനാണ്? മാനുഫാക്ചറിങ്ങിൻ്റെ ഷെയർ ഓഫ് ദ GDP അല്ലെങ്കിൽ എക്കണോമി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്കിപ്പോൾ പറ്റിയതെന്ന് വെച്ചാൽ 14% നിന്ന് ഏതാണ്ട് 12.9% ആയിട്ട് ഷ്രിങ്ക് ചെയ്യുകയാണ് ചെയ്തത്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് ആരുടെയും കുഴപ്പമൊന്നുമല്ല. അതായത് ഈ കമ്പനികൾ PLI സ്കീം അപ്ലൈ ചെയ്തല്ലോ, ഇതിന് വലിയ കോംപ്ലയൻസസ് റീസൺസ് ഉണ്ട്. അപ്പോൾ 2020 നവംബറിലാണ് വന്നത്. പല കമ്പനികൾക്കും ലൈസൻസ് വളരെ ലേറ്റ് ആയിട്ടാണ് കിട്ടിയത്. 2022 ലൈസൻസ് കിട്ടിയത്. എസ്പെഷ്യലി സെമി കണ്ടക്ടറിലൊക്കെ ഒരുപാട് ഡിലേഡ് ആയിട്ടാണ് അവർക്ക് PLI ഇൻസെൻറ്റീവ്സിലേക്ക് അവരെ ക്വാളിഫൈ ചെയ്യിപ്പിച്ചു. രണ്ടാമത് പല കമ്പനികളും വലിയ വലിയ കമ്പനികളായ എന്താ പറയുക, റിലയൻസിൻ്റെ ആണെങ്കിലും JSWയുടെ ആണെങ്കിലും അഡാനീസ് ആണെങ്കിലും അവർ വെച്ചിരുന്ന ടാർഗറ്റ്സ് വളരെ അഗ്രസീവായിരുന്നു. അതായത് അവർ ആദ്യം പറഞ്ഞത് ഞങ്ങൾ ഇത്രയും നാൾ കൊണ്ട് ഇത്രയാവും എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിലുള്ള ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പല കമ്പനികൾക്കും പറ്റിയില്ല എന്നുള്ളതാണ്. കാര്യം അതിൻ്റെ മെയിൻ എക്സാമ്പിൾ ഈ സോളാർ പ്രോജക്ട്സ് തന്നെയാണ്. ഈ സോളാർ പ്രോജക്ട്സിൽ വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ടാർഗറ്റുകളാണ് ഈ കമ്പനികളൊക്കെ മുന്നോട്ട് വെച്ചത്. അതൊന്നും വേണ്ട രീതിയിൽ വന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഈ സ്റ്റീൽ സെക്ടറിലൊക്കെ ഉണ്ടല്ലോ, സ്റ്റീൽ സെക്ടറിനും PLI കൊടുത്തിരുന്നു. അതിൽ ഏതാണ്ട് 58 പ്രോജക്റ്റിൽ 14 മാത്രമേ 14 തന്നെ ഡിസ്കണ്ടിന്യൂ ചെയ്യായിരുന്നു എന്നുള്ളൂ. അതായത് 14 വേണ്ടാന്ന് അവർ വെച്ചു എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞത്. പിന്നെ രണ്ടാമത് ഈ എന്താ പറയുക, ഈ ഇൻസെൻറ്റീവ്സിൻ്റെ പേ ഔട്ട് തന്നെ ഉണ്ടല്ലോ, ഈ ഇൻസെൻറ്റീവ്സിൻ്റെ പേ ഔട്ട് തന്നെ ഏതാണ്ട് ടോട്ടൽ അലോക്കേഷൻ്റെ 8% മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഈ PLIയുടെ എക്സിക്യൂഷനെ കുറിച്ച് ചില ചോദ്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ബട്ട് ഈവൻ തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഗവൺമെന്റിനെയോ അല്ലെങ്കിൽ കമ്പനികളെ കുറ്റം പറയാക്കൂല. കാര്യം നമുക്ക് ഇത്രയും നാൾ അതില്ല. എനിക്ക് തോന്നുന്നു 2005 തൊട്ട് 2012 കാലഘട്ടത്തിൽ മാനുഫാക്ചറിങ്ങിന്റെ ഷെയർ കുറച്ചുകൂടി നന്നായിരുന്നു. പക്ഷെ അത് ഗ്ലോബലി അത്രയ്ക്ക് മാത്രം ക്യാപിറ്റൽ കിട്ടിയിരുന്നു എന്നുള്ളത്. അതായത് ദർ വാസ് എ ഫ്ലഷ് ഓഫ് ലിക്വിഡിറ്റി ഫ്ലൈയിങ് അറൗണ്ട് എക്കണോമീസ്. എല്ലാ രാജ്യങ്ങളിലും ഈ ഒരേപോലെ ഈ റൈസിംഗ് ടൈഡ് ലിഫ്റ്റഡ് ഓൾ ബോട്ട്സ് എന്ന് പറയില്ലേ, അതായത് ഉയർന്ന തിര എല്ലാ ബോട്ടുകളെയും പൊക്കി പിടിച്ചു എന്ന് പറയും പോലെ എല്ലാ എക്കണോമിയിലേക്കും ചീപ്പ് ക്യാപിറ്റൽ വന്നപ്പോൾ അത് കമ്പനികൾ യൂട്ടിലൈസ് ചെയ്ത് കപ്പാസിറ്റി അഡീഷൻ കൊണ്ടുവന്ന് മാനുഫാക്ചറിങ്ങിന്റെ ലെവൽ ഇൻക്രീസ് ചെയ്തു എന്നുള്ള സത്യമാണ്. ബട്ട് ഈ കോവിഡിന് ശേഷം മറ്റുള്ള കൺട്രികൾ അവരുടെ എക്കണോമിക്ക് സ്റ്റിമുലസ് പാക്കേജ് കൊടുത്തപ്പോൾ നമ്മുടെ കൺട്രി, അതായത് നമ്മുടെ നേഷൻ, നമ്മുടെ ഗവൺമെന്റ് സ്റ്റിമുലസ് കൊടുത്ത് ജനങ്ങളിലേക്ക് പൈസ നേരിട്ട് കൊടുക്കാതെ പല ഇൻസെന്റീവ്സ് കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഈ PLI വന്നത്. ആ PLI നല്ലൊരു സ്റ്റാർട്ടാണ്. വളരെ ടഫ് ആൻഡ് ചലഞ്ചിങ് എൻവയോൺമെന്റിലാണ്, വളരെ ഫ്രീ ആയിട്ട് ക്യാപിറ്റൽ കിട്ടുന്ന കാലത്തല്ല കിട്ടിയിരിക്കുന്നത്. അതെ, ക്യാപിറ്റൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന കാലഘട്ടത്തിലല്ല ഈ ഇൻസെന്റീവ് സ്കീം വന്നതെന്നുള്ള. ബട്ട് കാര്യങ്ങൾ ഇപ്പൊ സ്റ്റെബിലൈസ് ചെയ്തു വരുന്നു. ഇപ്പൊ ഏതാണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് റെജീം നമ്മൾ തിരിഞ്ഞു വരികയാണ്, കുറഞ്ഞു വരികയാണ്. അപ്പൊ ഇതുവരെയുള്ള കുറവുകൾ നികത്തി മുന്നോട്ട് പോകാനുള്ള ചാൻസസ് വളരെ ഹൈ ആയിട്ടാണ് കാണുന്നത്. ഇത് നല്ലൊരു സ്കീമാണ്. ജനങ്ങൾ ഇൻവെസ്റ്റേഴ്സ് ക്ലോസ്ലി വാച്ച് ചെയ്യേണ്ട സെക്ടേഴ്സും സ്റ്റോക്സും ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത് പറഞ്ഞു വയ്ക്കുന്നു. കൃഷ്ണകുമാർ സാറിലേക്ക് വരികയാണ്. സർ, ഇപ്പം നേരത്തെ നമ്മൾ PLI സ്കീമിനെ കുറിച്ചാണ് സംസാരിച്ചു വരുന്നത്. ഓൾറെഡി ഇപ്പം സൂചിപ്പിച്ചിട്ടുണ്ട് ഏകദേശം ഒരു 14 സെക്ടേഴ്സിലായിട്ട് PLI സ്കീം വന്നിരുന്നുവെങ്കിൽ പോലും 1-2 സെക്ടേഴ്സ്, അതിൽ പ്രത്യേകിച്ചും ഈ ഒരു ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ കമ്പോണൻസ് നിർമ്മിക്കുന്ന കമ്പനികൾക്കായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. വീണ്ടും PLI സ്കീം വരുമ്പോൾ, പ്രത്യേകിച്ചും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നിൽക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ടോയ്സ്, അതിനോടൊപ്പം തന്നെ സ്പെഷ്യാലിറ്റി കെമിക്കൽസ് തുടങ്ങിയ സെക്ടേഴ്സാണ് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു PLI സ്കീം വരുമ്പോൾ താങ്കളുടെ ഫോക്കസിൽ ഏതെങ്കിലും സെക്ടേഴ്സ്, അതായത് ഇപ്പോൾ അതിൻ്റെ ഒരു ബൂം ചെയ്യാനുള്ള, ഇപ്പോൾ ഒരു ഡിക്സൺ പോലെ ഒരു ബൂം ചെയ്യാൻ സാധ്യതയുള്ള സെക്ടേഴ്സോ അല്ലെങ്കിൽ കമ്പനികളോ ഒക്കെ ഫോക്കസിലുണ്ടോ? ബേസിക്കലി ചിപ്പ് മാനുഫാക്ചറിംഗ് വലിയൊരു ഏറ്റവും സ്കോപ്പുള്ള ഒരു ഇൻഡസ്ട്രി ആണ് ശരിക്കും. പക്ഷേ ചിപ്പ് മാനുഫാക്ചറിംഗ് ആണെങ്കിൽ പോലും നമ്മൾ തൈവാൻ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനി നമ്മൾ എടുക്കുവാണെങ്കിൽ തൈവാൻ കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കാണാൻ സാധിക്കുന്നത് അറ്റ്ലീസ്റ്റ് 25-30 കൺട്രീസിൽ കൂടെ കറങ്ങി വന്നാണ് ഫൈനലി ചിപ്പായിട്ട് നമ്മുടെ കയ്യിൽ എത്തുന്നത് ശരിക്കും. സോ ആ ഒരു പ്രോബ്ലം തീർച്ചയായും നമ്മൾ ആരും ഡെവലപ്പ് ചെയ്യാത്തൊരു ഒരു കൺട്രി ആണെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. തൈവാൻ ചിപ്പ് മാനുഫാക്ചർ, ഒരു ചിപ്പ് മാനുഫാക്ചർ ഇപ്പം അതിന്റെ പല പ്രൊഡക്ട്സ്, അതിന്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ പല കൺട്രി കവർ ചെയ്താണ് വരുന്നത് ശരിക്കും. ആ ലെവലിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല സോഫാർ. നമ്മൾ കുറേ അഡ്വാൻസ് ചെയ്യേണ്ട കാര്യമുണ്ട്. തീർച്ചയായും ചിപ്പ് മാനുഫാക്ചറിങ്ങിന് ഭയങ്കര സ്കോപ്പായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിന് രണ്ടാമത്തെ കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത്, സൂര്യ പറയാൻ കൂട്ടത്തിൽ തന്നെ ഞാൻ ആഡ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏത് കൺട്രിയുടെയും ബേസ് എന്ന് പറഞ്ഞാൽ കൺസപ്ഷന്റെ ലെവലാണ്. എന്തുമാത്രം ആ കൺട്രിക്ക് കൺസ്യൂം ചെയ്യാൻ സാധിക്കും, അത് ഏറ്റവും വലിയൊരു ഫാക്ടറാണ്. സോ കൺസപ്ഷൻ ഉയർത്തുക എന്നുള്ളതാണ് ബേസ് ആയിട്ടുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള പോയിന്റ്. അപ്പം സൂര്യചായിട്ട് പറഞ്ഞിരുന്നു, എക്സസ് ആയിട്ട് വരുന്ന കപ്പാസിറ്റി ഒരു വലിയൊരു ഇഷ്യൂ തന്നെയാണ്. വേൾഡ് മാർക്കറ്റിൽ താരിഫിന് ഇഷ്യൂ, എക്സസ് ആയിട്ട് വരുന്ന കപ്പാസിറ്റി നമുക്ക് കൺസ്യൂം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ദാറ്റ്സ് ഗോയിങ് ടു ബി എ ബിഗ് ഇഷ്യൂ ഇൻ ഫാക്ട്. അതുകൊണ്ട് തന്നെ കൺസപ്ഷൻ എന്നുള്ള ഒരു ഓവറോൾ പോയിന്റിലാണ് ഗവൺമെന്റ് ഇപ്പൊ സ്റ്റെപ്സ് എടുത്തിരിക്കുന്നത്. ഞാൻ ഇപ്പം തന്നെ മൈഫിന്റെ ആ സ്ക്രോളിൽ കണ്ടുവരികയായിരുന്നു കാർ കമ്പനീസിന്റെ
ആ പെർഫോമൻസിനെ കുറിച്ച് ശരിക്കും ഒരു ഞാൻ കണ്ട കാലത്ത് പെർഫോമൻസ് ഈസ് വെരി ബെറ്റർ ആക്ച്വലി, എസ്പെഷ്യലി Q4 എസ്പെഷ്യലി കഴിഞ്ഞ മാസം പെർഫോമൻസിന്റെ ബേസിൽ അത് കാണിക്കുന്നത് ആ കൺസെപ്ഷന്റെ ഗ്രോത്തിനെയാണ് കാണിക്കുന്നത്. ഈ കൺസെപ്ഷൻ കൂട്ടാൻ വേണ്ടി തന്നെയാണ് ഗവൺമെന്റ് ബേസിക്കലി ഗവൺമെന്റ് ജനങ്ങളിലേക്ക് ആ ഒരു ടാക്സിന്റെ ഒരു ബെനിഫിറ്റ് കൊണ്ടുവരുന്നത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആ കൺസെപ്ഷൻ കൂടിയാൽ മാത്രമേ ഏത് വേയിൽ സ്കീം ശരിക്കും സക്സസ്ഫുൾ ആകത്തുള്ളൂ. കാരണം വേൾഡ് മാർക്കറ്റ് നമ്മൾ പോയാൽ നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ട ലെവൽ ഓഫ് എന്ന് പറയുന്നത് ചൈനയുമായിട്ടാണ്. ചൈനയിൽ ചീപ്പ് ലേബർ ആണ്, ഹ്യൂജ് പ്രൊഡക്ഷൻ ഉള്ളത്. ആയിട്ട് നമ്മൾ കോമ്പീറ്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ ആ എക്സസ് കപ്പാസിറ്റി അതിന്റെ പരിധി വരെ കൺസ്യൂം ചെയ്യാനായിട്ടുള്ള കൺസെപ്ഷൻ ലെവലിലേക്ക് ആ ഒരു സ്റ്റാൻഡേർഡ്സ് നമ്മൾ റേസ് ചെയ്യാന്നുള്ളത് നമ്മുടെ നിലനിൽപ്പിന് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ്. സോ അതും നാച്ചുറലി PLSക്കുമായിട്ട് വളരെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് ശരിക്കും.